അതിപരിശുദ്ധനാമം ഈ സ്നേഹം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സൂം പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നിസ്തുല സ്നേഹവന്ദനത്തെ ഇന്ന് രാത്രി അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രകാരം ബൈബിൾ സ്റ്റഡിയായിട്ട് കൂടുവാൻ കർത്താവ് ഒരുക്കിയ നല്ല സാവകാശത്തിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച് പുസ്തകപൂർത്തി 19 അധ്യായം വരെയാണ്. പൗലോസ് എഫെസോസിൽ വന്ന് പാർത്ത് 3 വർഷത്തോളം അവിടെ പാർത്ത് ശുശ്രൂഷ ചെയ്ത് അവിടെ സഭ സ്ഥാപിച്ചതായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നിർത്തി. അവിടെ ഒരു വലിയ കലഹം ഉണ്ടാകുകയും അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ യാത്ര മുടങ്ങിയതായിട്ടാണ് നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. ഇന്ന് നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ തുടർമാനമായിട്ട് എൻ്റെ 2ാം പാർട്ട് എന്ന നിലയിൽ പൗലോസിൻ്റെ 3ാമത്തെ മിഷണറി യാത്രയുടെ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 1 മുതൽ അപ്പോസ്തല പ്രവൃത്തി 21-ന്റെ 16 വരെയുള്ള ഭാഗങ്ങളാണ് ഇന്ന് രാത്രി ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുന്ന എഫെസോസിൽ നിന്നുകൊണ്ട് മാസഡോണിയ അഖായയിൽ സഞ്ചരിച്ചത് ആ വഴിയായിട്ട് യെരുശലേമിൽ പോകണമെന്നുള്ള വലിയ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിനുശേഷം റോമിലേക്കും കടന്നു പോകാൻ ആഗ്രഹിച്ചു. പക്ഷേ അവിടെ ചില പ്രയാസങ്ങൾ നേരിട്ടത് കൊണ്ട് ആസിയയിൽ വലിയ പ്രയാസങ്ങൾ നേരിട്ടതായിട്ട് തുടർന്നുള്ള അധ്യായങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ വലിയൊരു പ്രയാസം നേരിട്ടത് കൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ യാത്ര മുടങ്ങി. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം 20-ാം അധ്യായത്തിലോട്ട് നമ്മൾ വരുമ്പോൾ അതിൻ്റെ ഞാൻ ആ ഭാഗം ഒന്ന് വിവരിക്കാൻ മുമ്പ് അദ്ദേഹത്തിൻ്റെ യാത്രയുടെ ചില വിവരണങ്ങളൊക്കെ ഈ സമയം പറയുവാൻ താല്പര്യപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. ഇവിടെ ഈ യാത്രയിലാണ് അദ്ദേഹം കോരിന്തിൽ നിന്നുകൊണ്ട് റോമർക്ക് ലേഖനം എഴുതുന്നതും എഫേസ്യ നിന്നുകൊണ്ടാണ് 1ഉം 2ഉം കോരിന്ത്യ ലേഖനങ്ങൾ എഴുതുന്നതായിട്ട് ഞാൻ എൻ്റെ ഔട്ട്ലൈനിൽ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മിഷണറി യാത്രയുടെ ഒരു ഔട്ട്ലൈൻ ഒരു മാപ്പ് നമ്മൾ അന്ത്യോക്യയിൽ നിന്ന് തുടങ്ങി എഫെസോസിൽ എത്തിയത് വരെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. ഇപ്പോൾ ഈ ആഴ്ച തുടർന്ന് ചിന്തിക്കുന്ന എഫെസോസിൽ നിന്ന് അദ്ദേഹം യാത്ര ചെയ്ത് മാസിഡോണിയയിൽ എത്തി അവിടെയുള്ള പ്രദേശങ്ങൾ സഞ്ചരിച്ച് കോരിന്ത്, അഖായ അല്ലെങ്കിൽ ഗ്രീസ്, യവനദേശം ഇവിടെ എത്തിയ ശേഷം ഇവിടെ നിന്ന് സിറിയയിലേക്ക് പോകാനാണ് ആദ്യം പ്ലാൻ ചെയ്തത്. സിറിയയിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ ഈ കോരിന്തിൽ അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് ഒരു തടസ്സം വന്നു. കാരണം ഈ കപ്പൽ യാത്രയിൽ ചില ആൾക്കാർ അദ്ദേഹത്തിനെതിരായിട്ട് ഈ കപ്പൽ വെച്ച് തന്നെ പൗലോസിനെ കൊല്ലുവാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് യഹൂദന്മാരുടെ കൂട്ടുകെട്ട് മനസ്സിലാക്കി ഒരുപക്ഷെ തൻ്റെ യാത്ര മുടങ്ങിപ്പോകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം തിരിച്ച് കരമാർഗം വഴി തിരിച്ച് ഇവിടെ ഫിലിപ്പിയിൽ വരുന്നു. അവിടുന്ന് കപ്പൽ യാത്ര ചെയ്ത് ത്രോവാസിൽ വരുന്നു. ഞാൻ ഇപ്പോൾ ഒരു യാത്രയുടെ ഒരു ഔട്ട്ലൈൻ പറയുകയാണ്. ഇവിടെ സംഭവങ്ങൾ നമ്മൾ തുറന്ന് ചിന്തിക്കാൻ പോകുന്നു. ത്രോവാസിൽ നിന്ന് അദ്ദേഹം കാൽനടയായിട്ട് അസോസിൽ വരുന്നു. ഞാൻ ബ്ലൂ ലൈനാണ്. അസോസിൽ നിന്ന് അദ്ദേഹം കപ്പൽ യാത്ര മിലാത്തോസിൽ വരുന്നു. മിലാത്തോസിൽ നിന്ന് പത്തര വഴി അദ്ദേഹം സൈപ്രസ് കടന്ന് ടയർ അല്ലെങ്കിൽ സോറിൽ അവിടെ വന്നിറങ്ങുന്നു. സോറിൽ നിന്ന് കൈസരിയിൽ വരുന്നു. കൈസരിയിൽ നിന്ന് യെരുശലേമിലേക്ക് പോകും. ഇതാണ് അദ്ദേഹത്തിൻ്റെ യാത്രയുടെ റൂട്ടുകൾ. അദ്ദേഹത്തിന് ഇവിടെ ഇങ്ങനെ ഒരു പ്രയാസം നേരെ പോയി കോരിന്തിൽ നിന്ന് സിറിയയിലേക്ക് വന്ന് സിറിയയിൽ നിന്ന് അന്ത്യോക്യ അദ്ദേഹത്തിൻ്റെ തുടക്കം അവിടെ പോയി വിശുദ്ധന്മാരെ കണ്ട ശേഷം പിന്നെ ഇവിടെ ടയറിലും അല്ലെങ്കിൽ സോറിലും കൈസരിയിലും വന്ന് യെരുശലേമിൽ പോകാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്ലാൻ തെറ്റുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു പദ്ധതി എന്ന് പറയുന്നത് വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരു ധർമ്മശേഖരം എല്ലാ സഭകളും പുറജാതിക്കാരായ അവരുടെ കൊരിന്ത്യ, മാസിഡോണിയ സഭകൾ, ഫിലിപ്പിയ സഭ, അതുപോലെ
മറ്റുള്ള തെസ്സലോനിക്ക സഭ, എല്ലാ കൊരിന്ത്യ സഭ, ഇവിടുന്ന് എല്ലാം കൂടെ ഫണ്ട് കളക്ട് ചെയ്ത് ഈ മിഷണറി സംഘം എത്രയും പെട്ടെന്ന് യെരുസലേമിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു യാത്ര ചെയ്യുന്നതായിട്ടാണ് നമ്മൾ തുറമാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. 20 അധ്യായത്തോട്ട് വരുമ്പോഴാണ് അദ്ദേഹം എഫെസസിലുള്ള എല്ലാ ശിഷ്യന്മാരെയും വിളിച്ച് അവരെ ഒന്നുകൂടെ ഉറപ്പിച്ച ശേഷമാണ് ഈ യാത്ര ചെയ്ത് അദ്ദേഹം യമൻ ദേശത്ത് വരുന്നത്. അവിടെ 3 മാസം കഴിഞ്ഞ ശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിറിയയ്ക്ക് പോകാനായിട്ട് പദ്ധതി ഇടുന്നത്. അദ്ദേഹം ഇവിടെ കോരിന്തിൽ വരുമ്പോഴാണ് ഈ റോമർക്ക് ലേഖനം എഴുതുന്നത്. അപ്പോൾ ആ ലേഖനം എഴുതുമ്പോൾ ആ ലേഖനം അതിൻ്റെ 15-ാം അധ്യായം 25-30 വാക്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം മനസ്സിലാക്കാൻ വേണ്ടി. റോമർ 15-ന്റെ 25 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ഇപ്പോഴും ഞാൻ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ യെരുശലേമിലേക്ക് യാത്രയാകുന്നു. വിശുദ്ധന്മാർ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്നു. യെരുശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക് ഏതാനും ധർമ്മോപകാരം ചെയ്യുവാൻ മക്ദോനിയയിലും അഖായയിലും ഉള്ളവർക്ക് ഇഷ്ടം തോന്നി. അവർക്ക് ഇഷ്ടം തോന്നി എന്ന് മാത്രമല്ല, അത് അവർക്ക് കടവുമാകുന്നു. ജാതികൾ അവരുടെ ആത്മീയ നന്മകളിൽ കൂട്ടാളികളായെങ്കിൽ ഐഹിക നന്മകളിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നുവല്ലോ. ഞാൻ അത് നിവർത്തിച്ച് ഈ ഫലം അവർക്ക് ഏൽപ്പിച്ച് ബോധ്യം വരുത്തിയ ശേഷം നിങ്ങളുടെ വഴിയായി സ്പെയിനിലേക്ക് പോകും. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിന്റെ അനുഗ്രഹപൂർത്തിയോടെ വരും എന്ന് ഞാൻ അറിയുന്നു. അടുത്ത 30-ാമത്തെ വാക്യം. എന്നാൽ സഹോദരന്മാരെ, യഹൂദയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിനും യെരുശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിനും ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം എന്ന് ക്രിസ്തുവിനെയും ആത്മാവിന്റെ സ്നേഹത്തെ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കും. റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അവർ പറയുകയാണ്, എന്റെ വിശുദ്ധന്മാർക്ക് ഞാൻ സഹായം കൊണ്ടുവന്ന വഴിയാത്രകളിൽ യഹൂദന്മാരുടെ പല പദ്ധതികളും എന്നെ കൊല്ലുവാനായിട്ട്. ഇപ്പൊ യഹൂദന്മാരുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് പൗലോസിനെ തകർത്ത് കളയുക എന്നുള്ളതാണ്. പൗലോസ് മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം പിന്മാറിപ്പോകും. ഈ നമ്മൾ പണ്ട് പറയുന്ന പോലെ ഈ മാങ്ങ ഉള്ളിടത്തല്ലേ ഏറ് ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ, അപ്പോൾ അത്ര പ്രഗത്ഭനായ ഒരു സുവിശേഷകൻ, ദൈവകൃപയിൽ നിൽക്കുന്ന സുവിശേഷകനെ അല്ലെങ്കിൽ അപ്പോസ്തോലിനെ, മിഷണറി വീരനെ തട്ടിക്കളയുക, ഇതാണ് പിശാച് ഉപയോഗിക്കുന്ന, അവിശ്വാസികൾ ആൾക്കാരെ കയ്യിലെടുത്തുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു തന്ത്രം. അതിനുവേണ്ടി പൗലോസ് റോമിലെ സഭയോട് പറയുകയാണ്, ഞാൻ എൻ്റെ ഒരു പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നോടൊപ്പം പോരാടണം. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് പിശാചിനെതിരെയുള്ള ഒരു യുദ്ധമാണ്, ഒരു പോരാട്ടമാണ്. നമ്മളെല്ലാവരും നിൽക്കുന്നത് ഒരു പോർക്കളത്തിലാണ്. ഈ യുദ്ധത്തിൽ നമുക്ക് വെറുതെ ഒരു ശുശ്രൂഷ ചെയ്യാനായിട്ട് പറ്റത്തില്ല. എതിരാളികൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർ പല രീതിയിൽ പലരിൽ കൂടെയും പിശാച് പലരെയും കൈയെടുക്കുവാൻ ആഗ്രഹിക്കും. എന്നാൽ നാം ഒരു കാര്യം ചെയ്യേണ്ടത്, നമ്മുടെ ശുശ്രൂഷകൾ വിജയിക്കണമെങ്കിൽ ശക്തമായി പ്രാർത്ഥനയിൽ പോരാടുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ആ പോരാട്ടത്തിൽ കൂടെ ശത്രുവിൻ്റെ അല്ലെങ്കിൽ ആ പൈശാചിക സ്പിരിറ്റുകളെ അത് ദൈവം ഇല്ലാതാക്കുവാൻ ഇടയായിത്തീരും. ഞാൻ ഈ ഭാഗം ഇവിടെ അതിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞുകൊണ്ട് ഞാനവിടെ അത് അവസാനിപ്പിക്കുന്നു. പൗലോസിന് അടുത്ത പ്ലാന് സിറിയയിലേക്ക് പോകാൻ പ്ലാനിട്ടപ്പോൾ ഞാൻ പറഞ്ഞവിടെ ആ പ്ലാനിൽ ചെറിയ പ്രയാസം ഉള്ളത് കൊണ്ട് അദ്ദേഹം തിരിച്ച് മാസിഡോണിയ വഴി ഫിലിപ്പിയിൽ എത്തിച്ചേരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനു മുമ്പായിട്ട് അവിടുന്ന് അദ്ദേഹത്തിൻ്റെ മിഷണറി സംഘം ടീം അവിടെ പറയുന്നുണ്ട്, അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവര് പൗലോസിന് മുമ്പായിട്ട് കപ്പൽ കയറി ത്രോവാസ് എന്ന് പറയുന്നത് എല്ലാം ഈ തുർക്കിയുടെ പ്രദേശങ്ങളാണ്. ഇപ്പം പൗലോസ് ഇപ്പം നിൽക്കുന്ന യൂറോപ്പിലാണ്. യൂറോപ്പിൻ്റെ മണ്ണിൽ നിന്ന് ഏഷ്യ മൈനറിലോട്ട് പിന്നെ തിരിച്ച് പോവുകയാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ എഫെസോസിലാണ് ശരിക്ക് മിഷണറി യാത്ര മീൻസ് അദ്ദേഹത്തിൻ്റെ സുവിശേഷം വ്യക്തമായിട്ട് ഒരു തീരുന്നതെന്ന് നമുക്ക് പറയാം. പിന്നെ തിരിച്ചുള്ള യാത്രകളല്ല, അദ്ദേഹത്തിന് ഓരോ സ്ഥലത്ത് സെൻഡ് ഓഫ് കൊടുക്കുന്നതാണ്.
എല്ലാ സ്ഥലങ്ങളിലും സെൻഡ് ഓഫ് കൊടുത്താണ് അദ്ദേഹം യെരുശലേമിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് നമുക്ക് ഈ അധ്യായങ്ങൾ തുടർന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ പൗലോസ് ത്രോവാസിൽ എത്തി ആ വഴിയാണ് ഈ റൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഭാഗത്തോട്ട് ചിന്തിക്കാം. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മിഷണറി സംഘം പൗലോസിന് മുമ്പായിട്ട് ത്രോവാസിൽ ചെന്ന് കാത്തിരുന്നതായിട്ട് നമുക്ക് അറിയുവാൻ കഴിയും. അദ്ദേഹത്തിന്റെ കൂടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. ധനികന്മാരായ ആൾക്കാരും ഉണ്ടായിരുന്നു, പാവപ്പെട്ടവരുണ്ടായിരുന്നു. ഇവിടെ എസ്തർഹോസ് എന്ന് പറയുന്ന വലിയൊരു പ്രമാണിയായിട്ട്, സെക്കുന്തോസ് എന്ന് പറയുന്നത് ഒരു അടിമയുടെ അടിമ, ഒന്നാം അടിമ, രണ്ടാം അടിമ, പല അടിമകളുണ്ട്. പല ഒന്നാമത്തെ അടിമയെ പ്രൈമസ് എന്നും രണ്ടാമത്തെ അടിമയെ സെക്കുന്തോസ് എന്നുമാണ് ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടത്. അവരുടെ കൂടെ മാസിഡോണിയയിലെയും ആൾക്കാർ, അതിലെ പ്രധാന തിമോത്തിയോസ് ഉൾപ്പെടെയുള്ള സംഘം ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലൂക്കോസും ഇവരോടൊപ്പം യാത്ര ചെയ്തു എന്ന് നമുക്ക് ത്രോവാസിൽ നിന്ന് ലൂക്കോസും ജോയിൻ ചെയ്തതായിട്ട് പറയുന്നുണ്ട്. നമ്മൾ അടുത്തത് പൗലോസ് ത്രോവാസിൽ എത്തിച്ചേരുന്ന ഒരു സംഭവമാണ് ഇവിടെ നമ്മൾ കാണും. ഞാൻ ചില പിക്ചറുകൾ ഇവിടെ ഒരു ഇലസ്ട്രേറ്റീവ് പർപ്പസിന് മാത്രം അത് കൊടുത്തിരിക്കുന്ന മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ത്രോവാസിൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ഫിലിപ്പയിൽ നിന്നും പൗലോസ് ഒരു കപ്പൽ കയറി 5 ദിവസം കൊണ്ട് ത്രോവാസിൽ വരും. ത്രോവാസിൽ അവിടെ എത്തിച്ചേർന്നു. അപ്പോൾ അവിടെ ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ ദിവസം ഇവിടെ വൈകുന്നേരമാണ് അവർ കൂടിയത്. കാരണം പൗലോസിന്റെ പ്രസംഗം പാതിര വരെ നീണ്ടു എന്ന് അവിടെ ഇരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ഒരു വൈകുന്നേരമാണ് ആ മീറ്റിംഗ് കൂടിയിരിക്കുന്നത്. പുതിയ നിയമ ക്രിസ്ത്യാനികൾ ഞായറാഴ്ചകളിൽ വൈകുന്നേരം, അന്ന് പ്രവൃത്തി ദിവസമല്ല ആ കാലഘട്ടത്തിൽ, അവധി ദിവസമല്ല, പ്രവൃത്തി ദിവസമായതുകൊണ്ട് വൈകുന്നേരങ്ങളിലാണ് അന്ന് അവർ സഭായോഗങ്ങൾ കൂടിയിരുന്നതെന്ന് ചരിത്രം പറയുന്നു. ശനിയാഴ്ച മറ്റുള്ളവർ അവധി ശാബദായിട്ട് ആചരിക്കുമ്പോൾ പുതിയ നിയമ ക്രിസ്ത്യാനികൾ ഞായറാഴ്ച വൈകുന്നേരം ഇങ്ങനെ വീടുകളിൽ കൂടി ശുശ്രൂഷകൾ ചെയ്യുന്നു. എഫെസോസിൽ നമുക്കറിയാം 3 വർഷം പ്രവർത്തിച്ചു, ഒരുപാട് സഭകൾ അവിടെ സ്ഥാപിച്ചു, പല ഭവനങ്ങളിൽ ഓരോ മൂപ്പന്മാരെ നിയമിച്ചു, ഓരോ വീടുകളിലും ഓരോ മൂപ്പന്മാർ, സഭാചാർജ് അല്ലെങ്കിൽ പാസ്റ്റർമാർ, ഇടയന്മാർ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിവിടെ നമുക്ക് തുറന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ ചെന്നപ്പോഴാണ് ഈ പൗലോസിന്റെ പ്രസംഗം, അദ്ദേഹത്തെ 3-ാമത്തെ നിലയിലാണ് ഈ പ്രസംഗം നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ അപ്പർ റൂം അല്ലെങ്കിൽ മാളിക മുറി. അവിടെ നടക്കുമ്പോൾ അവിടെ ഒരു യൗവനക്കാരൻ, യൂത്തിക്കോസ് എന്ന് പറയുന്ന ഒരു യൗവനക്കാരൻ, പൗലോസ് പിറ്റേന്ന് എങ്ങനെയെങ്കിലും പെന്തക്കോസ്ത് നാള് അതിന് മുമ്പായിട്ട് യെരുശലേമിൽ എത്തണം എന്നുള്ള വലിയ ധൃതി പിടിച്ച് ഓടും. അപ്പോൾ സമയമില്ല അദ്ദേഹത്തിന്റെ മുമ്പിൽ. അദ്ദേഹം അതുകൊണ്ട് ഒട്ടും നിൽക്കുന്നില്ല. കിട്ടിയ അവസരത്തിൽ അദ്ദേഹം ഒരു വലിയ പ്രസംഗം അവിടെ നടത്തുന്നു. ഈ പ്രസംഗം കേട്ട് യൂത്തിക്കോസ് പറഞ്ഞ യൗവനക്കാരൻ 3-ാമത്തെ നിലയിൽ നിന്ന് താഴോട്ട് വീഴുന്നത്. അത് ഞാൻ ഈ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലാവുന്ന ഓർക്കാൻ വേണ്ടി ത്രോവാസിൽ വെച്ച് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, നമ്മുടെയൊക്കെ ഈ പൗലോസിന്റെ പ്രസംഗമൊക്കെ കേട്ട് യൂത്തിക്കോസ് താഴെ പോയി. അപ്പം നമ്മുടെ പ്രസംഗമൊക്കെ കേട്ട് ആരെങ്കിലും ഉറങ്ങിയാൽ വലിയ അതിശയമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പൗലോസിന്റെ പ്രസംഗം വരെ കേട്ടിട്ടും ആൾക്കാർ ഉറങ്ങി താഴെ വീണു. ഇപ്പോഴിവിടെ ഇപ്പൊ ഇന്ന് ഇവിടെ രാത്രി ഏകദേശം 10:45. ഇനിയിപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഓഫ് ചെയ്തുകൊണ്ട്, അഥവാ ഉറങ്ങിയാലും സോഫയിൽ തന്നെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ കസേരയിൽ നിന്ന് വീഴുമായിരിക്കും. കൂടുതൽ ഒന്നും താഴോട്ട് വീഴാനുള്ള സാധ്യത വളരെ കുറവാണ്. അന്ന് പിന്നെ യൂത്തിക്കോസ് 3-ാമത്തെ നിലയിലായതുകൊണ്ട് താഴോട്ട് പോകാൻ ഇടയായി തീർന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ്. പക്ഷേ പൗലോസ് അവിടെയൊക്കെ പൗലോസിന്റെ ദൈവകൃപ, ആ ഒരു നിയോഗത്താൽ അവിടെ ചേരടയായി തീർന്നു. താഴെ പോയെങ്കിലും യൂത്തിക്കോസ് മരിച്ചെന്ന് ഉറപ്പുവരുത്തിയാണ് ലൂക്കോസ്. കാരണം ലൂക്കോസ് ഒരു ഡോക്ടറാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി യൂത്തിക്കോസ് മരിച്ചു. പക്ഷെ പൗലോസ് യൂത്തിക്കോസിനെ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ മേളിൽ കവണ് കിടക്കുന്നത് നമ്മുടെ ഏലിയാവ് സാറഫാത്തിലെ വിധവയുടെ മകന്റെ മേൽ വീണ് ആ ജീവൻ തിരിച്ചു കൊടുത്തതുപോലെ അതേ അഭിഷേകത്താൽ പൗലോസ് യൗവനക്കാരന്റെ ജീവൻ തിരിച്ചു കൊടുക്കുന്നത് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. ഒരുപക്ഷെ ഈ വിളക്കും അതിന്റെ പുകയും എല്ലാം കൂടെ അടിച്ചായിരിക്കാം ഈ ഇദ്ദേഹം ചിലപ്പോൾ ഇവരെല്ലാം പകൽ ജോലിയൊക്കെ ചെയ്ത് വൈകുന്നേരം ക്ഷീണിച്ചു വന്ന് നമ്മളെപ്പോലൊക്കെ തന്നെയാണ് ആ സമയത്ത് സംഭവിച്ചു. ഞാൻ ആ ഭാഗങ്ങൾ കൂടുതൽ
വിവരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ആ ഒരു സംഭവം അവർ അപ്പം നുറുക്കുവാൻ ഒരുമിച്ച് കൂടി ചെന്നപ്പോൾ നടന്ന ഒരു സംഭവമാണ്. അവരപ്പം നുറുക്കി അവിടെ നിന്ന് പുറപ്പെട്ടു. എന്നാൽ ബാലനെ ജീവനുള്ളവനായി കണ്ടുകൊണ്ട് അവർ സന്തോഷിച്ചതായിട്ട് നമുക്ക് ഈ ഭാഗത്തൂടെ കാണുവാനായിട്ട് കഴിയും. അതാണ് 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ത്രോവാസിൽ നടന്ന ഒരു സംഭവം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ത്രോവാസിൽ നിന്ന് പൗലോസ് മിലേത്തോസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. പൗലോസിന് മുമ്പായിട്ട് മിലേത്തോസിൽ കപ്പൽ കയറി അദ്ദേഹത്തിന്റെ മിഷണറി സംഘം അവിടേക്ക് യാത്രയാവുന്നു. പക്ഷെ പൗലോസ് അസോസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കാൽനടയായി പോയിട്ട് അവിടെ നിന്നാണ്, അസോസിൽ നിന്നാണ് പൗലോസ് മിലേത്തോസിലോട്ട് യാത്ര ചെയ്യുന്നത്. അവിടെ നിന്ന് അദ്ദേഹം മിലേത്തോസിൽ എത്തുന്നു. അദ്ദേഹത്തിന്റെ പദ്ധതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെന്തക്കോസ്ത് നാൾ വരുന്നതിന് മുമ്പായിട്ട് എങ്ങനെയും യെരുശലേമിൽ എത്തണം. അതുകൊണ്ട് അദ്ദേഹം എഫെസോസിൽ തിരിച്ച് കയറാതെ തന്നെ, എഫെസോസിൽ പോയാൽ അദ്ദേഹത്തിന് പെന്തക്കോസ്ത് നാളിന് മുമ്പായിട്ട് യെരുശലേം എത്താൻ കഴിയത്തില്ല. കാരണം അവർ കളക്ട് ചെയ്ത ഫണ്ട്, വിശുദ്ധന്മാർ വളരെ പ്രയാസത്തിൽ കൂടെ ദരിദ്രാവസ്ഥയിൽ കൂടെ കടന്നു പോയത് കൊണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് പെന്തക്കോസ്ത് പെരുന്നാളിൽ മുമ്പായിട്ട് തന്നെ, പെന്തക്കോസ്ത് എന്ന വാക്കിന്റെ അർത്ഥം 50-ാമത്തേതാണ്. അതാണല്ലോ ഒന്നാം അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച പെന്തക്കോസ്ത് നാളെ ഒരുമിച്ച് കൂടിയപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഔട്ട് പോറിങ് വന്ന കാര്യം ആ അനുഭവമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പേരെടുത്ത് പെന്തക്കോസ്ത് എന്നുള്ള ആ പേര് തന്നെ അവിടുന്ന് വന്നെന്ന് നമുക്കറിയാം. 50-ാമത്തേത് എന്നുള്ള അർത്ഥത്തിലാണല്ലോ അത് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. ഇവിടെ പെന്തക്കോസ്ത് നാളിന് മുമ്പ് എങ്ങനെയെങ്കിലും യെരുശലേമിൽ എത്തിച്ചേരണമെന്നുള്ള വലിയ ഒരു ദൗത്യം, ഒരു വലിയ ചലഞ്ച് പൗലോസിന് മുമ്പിൽ നിൽക്കുകയാണ്. അതേസമയം പൗലോസിനെതിരായിട്ട് പല കൂട്ടുകെട്ടുകളുണ്ട്, പല എങ്ങനെയും തകർക്കുവാനുള്ള പിശാചിന്റെ പദ്ധതിയുണ്ട്. ഇതിന്റെ നടുവിൽ കൂടെയാണ് പൗലോസ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് എങ്ങനെയും പൗലോസ് എഫെസോസിൽ കയറി താൻ സ്ഥാപിച്ച സഭയിലെ മൂപ്പന്മാരെയൊക്കെ ഒന്ന് കാണണമെന്ന്, അവരെ കാണും. പിന്നെയും ആ ഉള്ളിൽ ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായി. പക്ഷെ അത് നടന്നില്ല. അദ്ദേഹം അതിനായിട്ട് പ്ലാൻ ചെയ്താൽ, ഈ റൂട്ട് മാപ്പ് അങ്ങനെ പോയാൽ ഒരുപക്ഷെ എഫെസോസിൽ ചെന്നാൽ എത്താൻ കഴിയത്തില്ല. അത് മനസ്സിലാക്കിയ പൗലോസ് ഈ മിലേത്തോസിൽ എത്തിയ ശേഷം എഫെസോസിലുള്ള മൂപ്പന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി മിലേത്തോസിൽ കൊണ്ടുവന്നു. ഈ മിലേത്തോസും എഫെസോസും തമ്മിൽ ഏകദേശം 50 കിലോമീറ്റർ ദൂരമുണ്ട്. 30-36 മൈൽ ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ ഏകദേശം നമ്മൾ കണക്കൂട്ടുന്ന 50 കിലോമീറ്റർ വരും. അപ്പോൾ പൗലോസിനോടുള്ള സ്നേഹനിമിത്തം ഈ മൂപ്പന്മാരെല്ലാം കാൽനടയായിട്ട് ഈ മിലേത്തോസിൽ വന്നതായിട്ടാണ് ഇവിടെ ചരിത്രം പറയുന്നത്. നോക്കിവേണം, പൗലോസ് അത്രത്തോളം സഭയെ ഏഷ്യ മൈനറിന്റെ സുപ്രധാനമായ വാണിജ്യ നഗരമായ എഫെസോസിൽ 3 വർഷത്തോളം, ഏറ്റവും കൂടുതൽ വർഷം താമസിച്ച് ഇതൊരു സഭ സ്ഥാപിക്കുകയും അവിടെ തുറന്നോസിന്റെ പാഠശാലയിൽ സെപ്രേഷ് ഇവരെയെല്ലാം വേർതിരിച്ച് ദൈവോധനമൊക്കെ വളരെ വ്യക്തമായി പഠിപ്പിച്ച് മനസ്സിലാക്കിയതാണ് പൗലോസ്. അപ്പൊ പൗലോസും ആ മൂപ്പന്മാരും തമ്മിൽ വളരെ ആഴമായ ഒരു ബന്ധം ഉള്ളത് കൊണ്ടാണ് എങ്ങനെയും തങ്ങളുടെ ആത്മീയ പിതാവായ, തങ്ങളെ ക്രിസ്തുവിൽ ജനിപ്പിച്ച പൗലോസിനെ കാണാനുള്ള വലിയ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് അവർക്ക് കിലോമീറ്ററുകൾ ഒരു വിഷയമേ അല്ലായിരുന്നു. അതുകൊണ്ട് അവർ 50 കിലോമീറ്റർ യാത്ര ചെയ്ത് ഈ മൂപ്പന്മാർ എഫെസോസിൽ നിന്ന് മിലേത്തോസിലോട്ട് വരുന്ന ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. മിലേത്തോസിൽ വന്ന ശേഷം ഇവിടെ 4 കാര്യങ്ങളാണ്, ഈ ഭാഗത്താണ് കുറച്ചുകൂടെ നമുക്ക് നിന്ന് ചില കാര്യങ്ങൾ. പൗലോസിന്റെ എഫെസോസിലെ ലാസ്റ്റ് സ്പീച്ചാണ്, എഫെസോസുകാർക്ക് വേണ്ടിയിട്ടുള്ള പൗലോസിന്റെ അവസാനത്തെ പ്രസംഗമായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിത് വായിച്ചപ്പോൾ ഇതിന്റെ ഈ ഭാഗങ്ങളിൽ 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഈ 38 വരെയുള്ള, അല്ലെങ്കിൽ 17-38 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്ന 4 ഭാഗങ്ങളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുക. ഒന്ന്, പൗലോസ് മൂപ്പന്മാരെ അഡ്രസ് ചെയ്യുകയാണ്, അവർ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ് 21 വരെയുള്ള വാക്യങ്ങൾ. 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പൗലോസ് തന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുകയാണ്. അതിനുശേഷം 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അത് കൺക്ലൂഡ് ചെയ്യുകയാണ്, അത് ഉപസംഹാരം നടത്തുന്നു. അതിനുശേഷം അവര് 36-38 വരെ വാക്യങ്ങൾ ഒരു കണ്ണുനീരോടുകൂടെ
പൗലോസിനെ അവിടുന്ന് യാത്രയാക്കുകയാണ് യെരുശലേമിലേക്ക്. ഈ ഭാഗങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ 17-21 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അവരെ അഡ്രസ്സ് ചെയ്ത്, മൂപ്പന്മാരെല്ലാം കൂടി ഒരുമിച്ച് വന്ന സമയത്ത് അവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുന്നത് വളരെ ശ്രദ്ധേയകരമായ ഒരു കാര്യമാണ്. പൗലോസ് പറയുന്നേ, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന നാൾ മുതൽ വളരെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൊരിന്ത്യ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ, പൗലോസ് 2 കൊരിന്ത്യർ 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവിടെ മരണത്തിൻ്റെ താഴ്വര വരെ അവർ കടന്നുപോയി. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് അവരെ വിടുവിച്ചു. ഭയങ്കരമായ നഷ്ടങ്ങൾ ഉണ്ടായതായിട്ട് അതിൻ്റെ 19-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ അത്രയും അതിനെപ്പറ്റി പറയുന്നില്ല ലൂക്കോസ്. എന്നാൽ പൗലോസ് തൻ്റെ അനുഭവം നേരിട്ട് പറയുകയാണ്. ലൂക്കോസിനേക്കാൾ കുറച്ചുകൂടെ പൗലോസ്, ഇപ്പം ഞാൻ എന്നെപ്പറ്റി വേറൊരാൾ പറയുന്നതും ഞാൻ എൻ്റെ സാക്ഷ്യം നേരിട്ട് പറയുന്നതും വ്യത്യാസമുണ്ട്. ഞാൻ നേരിട്ട് പറയുകയാണ്, ഇന്ന ആ അനുഭവത്തിൽ കൂടെ കടന്നുപോയി. പൗലോസിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഇവിടെ പ്രത്യേകമായി ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഒന്ന് താഴ്മയുള്ള ഒരു മനുഷ്യനായിരുന്നു, വിനയം. ഇത്രയും ദൈവകൃപയും ഇത്രയും പാണ്ഡിത്യവും എബ്രായ ഭാഷ കൈകാര്യം ചെയ്യുവാൻ പൗലോസ് വളരെ മിടുക്കനായിരുന്നു. അതേസമയം അദ്ദേഹം ഗ്രീക്ക് ഭാഷയും പഠിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ 2 ഭാഷകളും രണ്ടുപേരെയും നേടുന്നതിന് ഭയങ്കരമായ ദൈവം ഉപയോഗിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി ഞാനത് മനസ്സിലാക്കിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷകൾ, എബ്രായ ഭാഷയിൽ യഹൂദന്മാരോട് സംസാരിക്കാനുള്ള കഴിവ്, ഗ്രീക്ക് ഭാഷയിൽ യവനന്മാരോട്, പുറജാതിക്കാരോട് സംസാരിക്കുവാനുള്ള കഴിവ്, ഈ 2 ഭാഷകൾ അനായാസേനം കൈകാര്യം ചെയ്യുവാൻ അദ്ദേഹം റോമൻ പൗരനും കൂടെയായിരുന്നു. അപ്പോൾ എവിടെയും അദ്ദേഹത്തിൻ്റെ ആ കഴിവുകൾ, ടാലൻറ്റുകൾ ദൈവത്തിൻ്റെ പദ്ധതിക്കായിട്ട് ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. പലപ്പോഴും നമുക്ക് ഈ കഴിവുകളും എല്ലാം ഉണ്ടെങ്കിലും പ്രിയമുള്ളവരെ, നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടില്ല എങ്കിൽ നമ്മളെ കൊണ്ട് ദൈവത്തിന് യാതൊരു പ്രയോജനവുമില്ല. ആരായാലും ഓർ മേ ബി, ഞാനത് മനസ്സിലാക്കുന്നു. എനിക്കിത് ഭാഗം വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ, അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യർ ലേഖനം പറയുന്നു, ഞാൻ അവരെല്ലാവരേക്കാൾ അത്യന്തം അധ്വാനിച്ചു, ഞാനല്ല, എന്നോടുള്ള ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപയെ വൃഥാവാക്കരുതെന്ന് പൗലോസ് പറയും. നമ്മുടെ ഭാഷകൾ, നമ്മുടെ ലാംഗ്വേജുകൾ, നമ്മുടെ അറിവുകൾ ഒക്കെ ദൈവരാജ്യത്തിനും ദൈവിക പദ്ധതികൾക്കും പ്രയോജനപ്പെടുത്തിയെങ്കിൽ മാത്രം, അങ്ങനെ പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് കർത്താവ് നമ്മളെ പിന്നെയും ഉപയോഗിക്കുവാനിടയായിത്തീരും. മാത്രമല്ല, നമ്മൾ ദൈവത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയി, പൗലോസ് ഒരു വലിയ സമർപ്പണ ബോധം, അർപ്പണബോധമുള്ള മനുഷ്യൻ, താഴ്മയുള്ള മനുഷ്യൻ, പ്രാർത്ഥനയിൽ നിരന്തരം പോരാടുന്നു. അത് പ്രാർത്ഥിക്കുന്ന പറഞ്ഞാൽ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെ കണ്ണുനീരെന്തിനാണ്? നമുക്കിവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കരയുന്നത്. എന്നാൽ പൗലോസ് കരയുന്നത് ആ സഭകളെക്കുറിച്ചുള്ള ഭാരമാണ്. ആമേൻ. ദുഷ്ടന്മാരുടെ കയ്യിൽ അവരെ അകപ്പെടാതെ, സഭകളിലെ വിശ്വാസികളെ ദുരുപദേശങ്ങളിൽ അകപ്പെടാതെ, സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി രാവും പകലും ജോലി ചെയ്ത് അധ്വാനിച്ച് കണ്ണുനീരൊഴുക്കിയ ഒരു മിഷണറി വീരൻ, ഒരു അപ്പോസ്തലനെ ഇവിടെ ലൂക്കോസ് വരച്ചു കാട്ടുകയാണ്. പൗലോസ് പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം, ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണം. 2, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. ഇത് വളരെ ശക്തമായി 3 വർഷം തുറന്നോസിന്റെ പാഠശാലയിൽ യേശുവിനെ പറ്റി വ്യക്തമായ ഒരു പിക്ചർ എഫെസോസിലെ മൂപ്പന്മാർക്ക് കൊടുക്കുവാൻ ഇടയായി തീർന്നു. അതാണ്, അതിനെക്കുറിച്ചാണ് 21 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പരസ്യമായി നിങ്ങളുടെ അടുത്തുനിന്ന് നിങ്ങളെ പഠിപ്പിച്ചു, ഉപദേശിച്ചു, മാത്രമല്ല വീടുകൾ കയറിയർ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ വീടുകളിലാണ് സഭകൾ കൂടിയിരുന്നത്. അതാണല്ലോ ഫിലമോൻ ലേഖനം എഴുതുമ്പോൾ നിന്റെ വീട്ടിലെ സഭ, കെങ്ക്രയ സഭയിലെ ഫേബയും അവളുടെ വീട്ടിലെ സഭയും. അപ്പൊ അന്ന് 1-ാം നൂറ്റാണ്ടിൽ വീടുകളിലാണ് സഭകൾ കൂടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എല്ലാ വീടുകളിലും സഭായോഗങ്ങളിൽ പൗലോസ് പങ്കെടുത്ത് അവരെ പിന്നെയും ഉറപ്പിക്കുവാൻ ഇടയായി തീർന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ 22-31 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് തൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുകയാണ്. പൗലോസ് പറയാണ്, ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായിട്ട് യെരുശലേമിലേക്ക് പോവുകയാണ്. മൂപ്പന്മാരോട് പറയുകയാണ്, പ്രിയമുള്ളവരെ, നമ്മൾ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടെങ്കിൽ മാത്രമേ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് പൗലോസ് റോമാലേഖനം എഴുതുമ്പോൾ പറയുന്നു, നാം
ആത്മാവിൽ അനുസരിച്ച് നടക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ആത്മാവിൽ ബൗണ്ട് ചെയ്ത് നടക്കുന്നവരാണ് ദൈവ മക്കൾ. പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകളില്ലാതെ, പരിശുദ്ധാത്മാവിനെ ബൗണ്ടാവാതെ നമുക്കൊരു ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ബാക്കി എന്ത് ചെയ്താലും അത് ജഡീക ശുശ്രൂഷകളായിട്ട് മാറുവാനിടയായിത്തീരും. പൗലോസ് ഇവിടെ പറയുന്നു, പൗലോസ് തൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുകയാണ്, ഇനിയും എനിക്ക് അവിടെ ഇവിടെയായിട്ട് പോകുന്ന യാത്രകളിലായിരിക്കാം, യെരുശലേമിലൊക്കെ ആയിരിക്കാം, എനിക്ക് ഒരുപാട് കഷ്ടങ്ങളും ബന്ധനങ്ങളൊക്കെ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ദൂത് പറയുന്നുണ്ട്. പക്ഷേ സാക്ഷ്യം പറയുന്നു. പക്ഷെ അതിൻ്റെ 24-ാമത്തെ വാക്യം, ഒരു പ്രസംഗത്തിനൊന്നും അല്ല, നമ്മളതിന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പൗലോസ് പറയുന്ന അതിപ്രധാനമായ ഒരു വാക്യം ഇവിടെ 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്ന് എനിക്കറിയാം. ഞാൻ എന്റെ പ്രാണനെ വിലയേറിയ എണ്ണുന്നില്ല, എന്റെ ഓട്ടം ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ട കർത്താവായ യേശു എന്ന ശുശ്രൂഷ ഇത് കംപ്ലീറ്റ് ചെയ്യണം. വളരെ 3 കാര്യങ്ങൾ. ഒന്ന്, എന്റെ പ്രാണനെ വിലയേറിയ എണ്ണുന്നില്ല. അതിനെപ്പറ്റി പ്രസംഗിക്കാനല്ല, അതിനെപ്പറ്റി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മിഷണറി അല്ലെങ്കിൽ അപ്പോസ്തലൻ, ദൈവത്താൽ അയക്കപ്പെട്ടവൻ, അവന്റെ പ്രാണനെ അവന് വിലയേറിയതായി കാണാൻ പറ്റത്തില്ല. അവന്റെ ജീവനെ, അവന്റെ ലൈഫിനെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം നമ്മൾ കർത്താവിനോട് ജീവിക്കാനുള്ളവരാണ്. അങ്ങനെ ഒരു ദൈവകൃപ ഉള്ളൊരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധ്യമുള്ളൂ. ഇതൊരു കൃപയാണ്. ആ കൃപയാണ് പൗലോസിന്മേൽ വ്യാപരിച്ചത്. പൗലോസിനെ വിളിക്കുമ്പോൾ അനന്യാസിനോട് കർത്താവ് പറയുന്നുണ്ട്, അവന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും വേണ്ടി ഞാൻ വഹിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്. ജാതികൾക്ക് വേണ്ടി ശുശ്രൂഷകൾ ചെയ്തു. ഇനി അടുത്തത് പൗലോസ് അനേക അധികാരികളുടെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുകയാണ്. ആ ഒരു ഭാഗമാണ് തുടർന്ന് ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നത്. ഇവിടെ ജാതികളിൽ ശുശ്രൂഷ തികച്ച് അദ്ദേഹം തിരിച്ച് യെരുശലേമിലേക്ക് പോകുന്ന വഴി പറയുകയാണ്, ഞാൻ എൻ്റെ ലൈഫിനൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയി കാണുന്നില്ല, എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ ഓട്ടം തേക്കണം, ഞാൻ ഓടുന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ വിശ്വാസ നായകനും പൂർത്തിവരുത്തുന്നതിനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാനായിട്ട് പൗലോസ് പറയുന്നു. നമ്മുടെ ഓട്ടം സ്ഥിരമായി കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഓടണമെങ്കിൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്തേ മതിയാകത്തുള്ളൂ. അവൻ്റെ കഷ്ടതകളും കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃകകളും ആ ഒരു രീതിയിൽ നമ്മൾ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഓട്ടം തയ്ക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. പൗലോസ് എപ്പോഴും കർത്താവിനെ പറ്റിയുള്ള ഓർമ്മകൾ, കർത്താവിൻ്റെ ആ ജീവിത അനുഭവങ്ങൾ അത് തൻ്റെ ജീവിതത്തിലേക്ക് ഇമിറ്റേറ്റ് ചെയ്യുവാൻ വളരെ ശ്രമിച്ച ഒരു വ്യക്തിയാണ് പൗലോസ്. ക്രിസ്തുവിൻ്റെ സ്വഭാവം, ആ ഡിവൈൻ നേച്ചറിന് പൗലോസ് കൂട്ടാളിയായി മാറിയത് കൊണ്ടാണ് തൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുവാനായിട്ട് കഴിയുന്നില്ല, എണ്ണുന്നില്ല. പൗലോസ് പറയുന്നത്, എനിക്ക് കർത്താവ് ഒരു ശുശ്രൂഷ തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണം. വളരെ നാം ഒരു ദൈവിക ശുശ്രൂഷയിൽ നിൽക്കുന്നവരാണെങ്കിൽ, നമുക്ക് അങ്ങനെ ഓട്ടം ഉണ്ടെങ്കിൽ, നമ്മുടെ പ്രാണനെ നമ്മൾ വിലയേറിയതായി എണ്ണിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമ്മുടെ ലൈഫാണ് യേശുവിനേക്കാൾ വലുതായിട്ട് നമ്മൾ കാണുന്നെങ്കിൽ, നമ്മുടെ ജോലി, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പൈസ, ഇതൊക്കെ ദൈവരാജ്യത്തേക്കാൾ കർത്താവിനേക്കാൾ വലിയതായി കണ്ടാൽ നമുക്ക് ഒരു ശുശ്രൂഷയും ചെയ്യുവാനായിട്ട് സാധ്യമല്ല എന്ന് ഈ ഭാഗത്ത് നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയും. അവിടെ അടുത്ത ഒരു ഭാഗം പൗലോസ് പറയുന്നു, ഇനി നിങ്ങൾ എൻ്റെ മുഖം കാണത്തില്ല, ഞാൻ ഇവിടെ നിന്ന് യാത്ര ചെയ്യാണ്, ഇതെൻ്റെ അവസാനത്തെ നിങ്ങളുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. ഇനി ഞാൻ എൻ്റെ മുഖം, ദൈവരാജ്യം പ്രസംഗിച്ചു, ഇത്രയും നാൾ നിങ്ങളുടെ ദൈവരാജ്യം ഞാൻ ശക്തമായി പ്രസംഗിച്ചു, ഇനി നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല. അത് വളരെ ഭയങ്കരമായ അവരെ ആ എഫെസോസിലെ മൂപ്പന്മാരെ തകർത്തു കളഞ്ഞൊരു വാക്കാണ്. അവരെ ഭയങ്കരമായത് അവരുടെ ഹൃദയത്തെ ആഴത്തിലത് ഒരു മുറിവ് പോലെ അവർക്ക് അത് ഏൽക്കുവാനിടയായി തീർന്നു. പൗലോസ് പറയുകയാണ്, ഞാൻ ഇത്രയും നാള് ദൈവിക അരുളപ്പാടുകൾ അതുപോലെ നിങ്ങളോട് അറിയിച്ചു. ദൈവ ഒരാലോചന എന്നാൽ അതിനകത്തൊരു മായം ചേർക്കാതെ, കൂട്ടിയേർക്കാതെ, മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനോ ഒന്നുമല്ല. ഞാൻ എൻ്റെ കർത്താവ് എന്നോട് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ ഞാൻ അതേപോലെ നിങ്ങളോട് അറിയിച്ചു. ഇനി നിങ്ങൾ ആരും നശിച്ചു പോവാൻ ഞാനൊരു ഉത്തരവാദിയല്ല.
നിങ്ങളുടെ അതിന് ഞാൻ കണക്ക് പറയേണ്ടല്ല. ഞാൻ നിങ്ങളോർക്കെല്ലാം വ്യക്തമായി നിങ്ങളെ ഉപദേശിച്ചു. ഇനി ആരും നശിച്ചു പോയാൽ ഞാൻ ഉത്തരവാദിയല്ല എന്ന് പൗലോസ് പറയുകയാണ്. എല്ലാം ബെനിഫിറ്റ് ആയിട്ടുള്ളത്, പ്രയോജനമായിട്ടുള്ളത്, ഓരോ ആലോചനകളും മറച്ചു വെക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഇവിടെയൊക്കെ പൗലോസ് ദൈവത്തിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഭാഗങ്ങൾ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു വാണിംഗ് കൊടുക്കുകയാണ്. മൂപ്പന്മാർ പറയുകയാണ്, നിങ്ങളെ 28ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശു ക്രിസ്തു തന്റെ രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവാണ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ചത്. ഞാനാണ്, എൻ്റെ കൈവപ്പിനാലാണ് നിങ്ങൾ നിയോഗത്താൽ ചെയ്തെങ്കിലും യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവാണ് നമ്മളെ അധ്യക്ഷരാക്കി. ഒരു സഭയുടെ മൂപ്പൻ എന്ന് പറയുന്നത്, അല്ലെ ഒരുപക്ഷെ അതിൻ്റെ മേളിലിരിക്കുന്നവരായിരിക്കാം കൈവച്ചൊക്കെ ചെയ്തെങ്കിലും യഥാർത്ഥത്തിൽ ഒരു സഭയുടെ മൂപ്പനെ അധ്യക്ഷനാക്കി വിൽക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ ആലോചനയാലാണ് മൂപ്പൻ നടക്കണമെന്ന ഈ ഭാഗത്ത് പൗലോസ് ഓർപ്പിക്കുക. പറയാണ്, നിങ്ങൾ ആട്ടിൻകൂട്ടം മുഴുവൻ സൂക്ഷിച്ചു കൊള്ളണം. അപ്പോൾ ഞാൻ ഇനി പോയ ശേഷം ഈ കൊടിയ ചെന്നായ്ക്കൾ ഈ സഭയ്ക്കകത്ത് കടക്കും. വിപരീത ഉപദേശങ്ങൾ പറയും. ഞാൻ പ്രസംഗിച്ച വിപരീതമായിട്ട് ഉപദേശങ്ങൾ പറയുന്ന അനേക ദുരുപദേഷ്ടാക്കന്മാർ എഫെസോസ് സഭയിൽ എഴുന്നേൽക്കുമെന്ന് പൗലോസ് അവിടെ ആത്മാവിൽ പറയുന്നു. അത് ഏകദേശം 10-30 വർഷത്തിന് ശേഷം അത് സംഭവിച്ചതായിട്ട് യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്. യോഹന്നാൻ പിൽക്കാലത്തെ എഫെസോസ് സഭയുടെ ബിഷപ്പായിരുന്നു. അദ്ദേഹം പറയുന്നത്, ഡോസറ്റിസം എന്ന് പറയുന്ന ഒരു വാദം അവിടെ വന്നു. ദുരുപദേഷ്ടാക്കന്മാർ കൊണ്ടുവന്നു. യേശു ജഡത്തിൽ വന്നിട്ടില്ല എന്നുള്ള ഒരു വാദം കൊണ്ടുവന്നു ചില ദുരുപദേഷ്ടാക്കന്മാർ. ഈ എഫെസോസ് സഭയിൽ നുഴഞ്ഞു കയറി. കുറെ പേര് ഇതിന്റെ പുറകിൽ പോയതായിട്ട് അവിടെ കാണുവാനായിട്ട് കഴിയും. പൗലോസ് നേരത്തെ ഈ ആലോചന അറിയിച്ചതാണ്, പക്ഷെ അത് കുറെ പേര് കൈക്കൊണ്ടില്ല ആ സഭയെ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം യോഹന്നാൻ ദർശനം കൊടുക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, എഫെസോസ് സഭയെ കുറിച്ച് പറയുന്നുണ്ട് ശക്തമായിട്ട്. അത് ഞാൻ വെളിപ്പാട് പുസ്തകം അതുകൊണ്ടൊന്ന് വായിക്കാൻ സമയമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, വായിക്കണ്ട നിങ്ങൾ. പിന്നീട് എഫെസോസ് സഭയുടെ അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ ഭാഗങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ അവിടെ ഉണ്ട്. ഞാൻ വായിക്കുന്നില്ല. അതുകൊണ്ട് പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചതും കണ്ണുനീർ വാർത്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോ പറഞ്ഞുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ഒരു പൗലോസ് കൺക്ലൂഡ് ചെയ്യുകയാണ്. അതിൻ്റെ 32-34 വാക്യങ്ങളിൽ ഒന്ന് പറയുകയാണ്, നിങ്ങൾക്ക് ആത്മീയ വർത്ത വരുത്തുവാനും സകല വിശുദ്ധന്മാരുടെ അവകാശിക്കുവാനും കഴിയും ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. പൗലോസ് വചനത്തിൽ അവരെ ഉറപ്പിക്കുകയാണ്. ക്രിസ്തുവിന്റെ വചനത്തിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. അത് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് അവരെ. വചനം നമ്മുടെ അകത്തില്ലെങ്കിൽ, അതാണ് 15-ാം തീയതി കർത്താവ് പറഞ്ഞ്, എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നതിൽ അപേക്ഷിപ്പില്ല, നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾ വളരെ ഫലം കായ്ക്കും. അതുകൊണ്ട് വചനത്തിൽ നിങ്ങൾക്ക് ഈ ദൈവവചനമാണ് നിങ്ങളുടെ ആത്മീയവർത്തനം വരുത്തുന്നത്. അത് എല്ലാ വിശുദ്ധനും അവകാശം തരുവാൻ കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും. നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ കൃപയുടെ വചനം, അതാണ് നമുക്ക് വേണ്ടത്. അതിലേക്ക് ഞാൻ നിങ്ങളെ എൻട്രസ്റ്റ് ചെയ്യും, നിങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് പൗലോസ് ഞാൻ നിങ്ങളുടെ ആരുടെയും, പൗലോസിന്റെ ആ ഒരു എന്താ പറയുന്നത്, ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണ്. നിങ്ങളുടെ ആരുടെയും വെള്ളിയോ പൊന്നോ പണമോ ഒരു സാധനവും എനിക്ക് മോഹിച്ചിട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ച് ജീവിച്ചു. അത് പലപ്പോഴും തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം പൗലോസ് പറയുന്നുണ്ട്. എൻ്റെ സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടായില്ല. നമ്മളും പലപ്പോഴും കൂടാരപ്പണിയൊക്കെ ചെയ്തും നമ്മളിതുപോലെ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാണ് ഒട്ടുമിക്ക ആൾക്കാരും. അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയുന്നു, ഞാൻ പൗലോസിന്റെ ആ ഒരു വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ ആ വചനം, അത് പൗലോസ് തന്റെ ജീവിതത്തിൽ കൂടെ ഫുൾഫിൽ ചെയ്യുകയാണ്. അത് പറഞ്ഞ് ഇതെല്ലാം കേട്ടപ്പോൾ ഈ മൂപ്പന്മാർ അവരുടെ കുടുംബങ്ങൾക്കൊക്കെ ഭയങ്കരമായ സങ്കടം ഉണ്ടായി. അതാണ് 36-38 വരെയുള്ള വാക്യങ്ങൾ. അവരെ ഭയങ്കരമായി സ്ട്രൈക്ക് ചെയ്തു, അവരെ തകർത്തു കളഞ്ഞു. അവർ ആ ഒരൊറ്റ വാക്കാണ്, ഇനി എൻ്റെ മുഖം കാണുകയില്ല. ആ ഒരു വാക്കിനാൽ അവർക്ക് ഭയങ്കരമായ സങ്കടം ഉണ്ടായി. പൗലോസിനെ കെട്ടിപ്പിടിച്ച് അവിടുന്ന് ഭയങ്കരമായ കണ്ണീരോടെ അവനെ യാത്ര ചെയ്യുന്ന ഒരു ഭാഗത്താണ് 20-ാം അധ്യായം അവസാനിക്കുന്നത്. നമുക്ക് അത്രയും കാര്യങ്ങൾ ഞാൻ ഈ 20-ാം അധ്യായത്തിലാണ് കൂടുതൽ നമുക്ക് പൗലോസിന്റെ ആ നാല് കാര്യങ്ങൾ അത് അഡ്രസ് ചെയ്യുന്നത്.
ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഉപസംഹാരം, അദ്ദേഹത്തിൻ്റെ ടിയർഫുൾ ഗുഡ് ബൈ, ഒരു കണ്ണീരോടുള്ള യാത്ര, എഫെസോസിലെ മൂപ്പന്മാർ ചെയ്യുന്ന ഈ കാര്യങ്ങളാണ് ഈ ഈ 17 മുതൽ 38 വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്. ഇനി 21 അധ്യായത്തിലോട്ട് വരുമ്പോൾ പൗലോസ് അവിടുന്ന് യാത്ര ചെയ്ത് പോകുന്നതും എരിശിലേം എത്തിച്ചേരുന്നതായ ഭാഗങ്ങളാണ് ഈ മിഷണറി യാത്രയുടെ എൻഡ് എന്ന് പറയുന്നത്. അവിടെ അതിൻ്റെ 21 അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് അവിടുന്ന് കപ്പൽ യാത്ര ചെയ്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മെലാത്തോസിൽ നിന്ന് പത്തര എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ ഒരു ചരക്ക് കപ്പൽ കണ്ട്, ഒരു കാർഗോ ഷിപ്പ് കണ്ട് അവിടെ നിന്ന് സൈപ്രസ് വഴി ഓടി സിറിയയിലുള്ള ടൈർ അല്ലെങ്കിൽ സോറിൽ അവിടെ ഇറങ്ങിയിട്ട് അവിടെ 7 ദിവസം അവിടെ ഈ പൗലോസ് സ്ഥാപിച്ച സഭകളാണ് ഈ ഭാഗങ്ങൾ. ഇതാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കുന്നത്. ഈ യൂറോപ്പിൽ, ഏഷ്യ ഒക്കെ പൗലോസ് സ്ഥാപിച്ച സഭകൾ അവരുടെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ ഉണ്ടായപ്പെട്ട സഭകളാണ്. ഭയങ്കരമായ, നമ്മളിത് ഞാൻ ചിന്തിച്ചു, എന്തിനാ ലൂക്കോസ് ഇത് എഴുതി നമ്മുടെ കയ്യിൽ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് വിശുദ്ധ ബൈബിളായിട്ട് രചിക്കപ്പെട്ടത്. നമ്മളിത് പഠിക്കുമ്പോഴാണ് ഇവരെങ്ങനെയാണ് ഇത് പ്രവർത്തിച്ചത്, എങ്ങനെയാണ് ഈ മിഷണറി യാത്ര. 3-ാം മിഷണറി യാത്ര ഞാൻ 2515 മൈലുകൾ, അതായത് 4000 കിലോമീറ്ററോളം യാത്ര ചെയ്താണ് അദ്ദേഹം സുവിശേഷ വേല ചെയ്തത്. ഇത്രയും ചെയ്ത് ഇവരിങ്ങനെ ഒരു അടിസ്ഥാനം ഇട്ടത് കൊണ്ടാണ് നമ്മൾ ഇന്ന് രാത്രി പ്ലാറ്റ്ഫോമിൽ കർത്താവിൻ്റെ നാമം വഹിച്ചുകൊണ്ട് ഇരിപ്പാനിടയായി തീർന്നു. അല്ലെങ്കിൽ ഇവരിങ്ങനെ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ, ഈ സുവിശേഷമായിട്ട് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഞാനും നിങ്ങളും ഒന്നും ഇത് കാണത്തില്ല. അവർ അടിസ്ഥാനം ഇട്ടുകൊണ്ടാണ് ഇതിങ്ങനെ സ്പ്രെഡായി ഇതൊരു ശക്തിയായി, ഉണർവായി നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇത് വന്നു നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. 7 ദിവസം അദ്ദേഹം സോറിൽ അല്ലെങ്കിൽ ടൈറിൽ വന്ന് പാർത്തു. അവിടെ താമസ സമയത്ത് അദ്ദേഹത്തിനോട് അവിടെയുള്ള ആൾക്കാർ പരിശുദ്ധാത്മാ ആലോ പറഞ്ഞു, യെരൂശലേമിൽ പോകരുത്, പോയി കഴിഞ്ഞാൽ നീ അവിടെ വെച്ച് മരിക്കുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പൗലോസ് ആലോചന പറയുക എന്നുള്ളത് ആത്മാവ്, അല്ലെങ്കിൽ നമ്മോടൊരു ആലോചന പറയും. പക്ഷെ ആലോചന പറയുന്നത് ഇന്ന് ചെയ്യണമെന്നൊരു ഗൈഡൻസ് അവർ പറയുന്നില്ല. അവർ പോകരുതെന്ന് പറയുന്നു. പോകുകയോ പോകാതിരിക്കുന്നു പൗലോസിന് ഇഷ്ടമാണ്. അവിടെ പൗലോസ് പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവിടെ അവിടുന്ന് വിട്ട് അവിടെയും ഇതുപോലെ സോരുകാരും പൗലോസിന് ഒരു സെൻഡ് ഓഫ് കൊടുക്കുകയാണ്. അവരും കടൽക്കരയിൽ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പൗലോസിൻ്റെ അവരുടെ അന്നത്തെ കാലത്തൊക്കെ വളരെ താഴ്മയോടെ, നമ്മളൊക്കെ ഇന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്ന അതൊക്കെ അന്യം നിന്ന് പോയോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകും. അത്ര ആ കാലഘട്ടത്തിൽ അവർ മുട്ടുകുത്തി പ്രാർത്ഥിച്ച അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവര് സോർ വിട്ട് അവിടെ നിന്ന് ത്ലോമായിസിലെത്തി. അവിടെയും ഒരു ദിവസം തൻ്റെ സഹോദരന്മാരുടെ കൂടെ വന്ദനം ചെയ്ത് അവിടെ പാർത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പൗലോസ് പോകുന്നിടമല്ല, അതാണ് ഒരു ഭക്തനെത്തോളം പോകുന്നിടമെല്ലാം ദൈവമക്കൾ ഉണ്ടെന്നുള്ള. ഇന്ന് നമ്മുടെ ആൾക്കാർ, നമ്മൾ കർത്താവിൻ്റെ വേലയ്ക്ക്, അതുകൊണ്ട് കർത്താവ് പറഞ്ഞ്, എൻ്റെ നാമനിമിത്തം നിങ്ങൾക്ക് അപ്പനോ അമ്മയോ ഒക്കെ നഷ്ടപ്പെട്ടാൽ 100 ഇരട്ടി ഞാൻ തരും എന്ന് പറഞ്ഞാൽ, നമുക്ക് 100 അപ്പനെ തരും, 100 അമ്മയെ തരും, 100 സഹോദരി സഹോദരന്മാരെ തരും. നമ്മൾ പോകുന്നിടത്ത് എല്ലായിടവും നമുക്ക് 100 ഇരട്ടി ആൾക്കാർ നമ്മളെ സ്വീകരിക്കുവാനുണ്ടെന്നുള്ള, അതാണ് നമ്മുടെ ഒരു വലിയ ബലം എന്ന് പറയുന്നത്. ഇവിടെ സോറിൽ നിന്ന് കൈസരിയിൽ എത്തുന്നു. കൈസരിയിലാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ നമ്മൾ ആദ്യമായിട്ട് കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു പുറംജാതിക്കാരൻ, ഒരു സെഞ്ചൂറിയൻ, ഒരു ഇറ്റാലിയൻ പട്ടാളത്തിൻ്റെ മേധാവി സ്ഥാനപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. കൈസരിയിൽ ആദ്യത്തെ പുറംജാതിക്കാരനാണ് കൊർന്നല്യോസ്. അദ്ദേഹത്തിൻ്റെ പേരിവിടെ പറയുന്നില്ല, അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നായിരിക്കാം. അവിടെ എത്തിയ ശേഷം അദ്ദേഹം ഫിലിപ്പോസ്, ഏഴുനായ ഫിലിപ്പോസിന്റെ വീട്ടിൽ വരുന്നു. നമുക്കറിയാം, ഫിലിപ്പോസിനെ എത്യോപ്യ രാജ്ഞിയുടെ ഫിനാൻസ് മിനിസ്റ്ററായ ഷണ്ണനെ സ്ഥാനപ്പെടുത്തിയ ശേഷം ആത്മാവ് എടുത്തുകൊണ്ട് അസ്തോദിൽ പോകുന്നു. അസ്തോദിൽ നിന്ന് കൈസരിയിലേക്ക് പോകുന്നു. 20 വർഷം ഇവിടെ ഈ ഫിലിപ്പോസ്, ഏഴുനായ ഫിലിപ്പോസ് ഈ കൈസരിയിൽ പാർക്കുന്ന സമയം, അവിടെ നിന്ന് സമരിയിൽ നിന്ന് ശുശ്രൂഷ കഴിഞ്ഞ് ഷണ്ണനെ സ്ഥാനപ്പെടുത്തി കൈസരിയിൽ വന്നിട്ട് ഏകദേശം 20 വർഷമായെന്ന് ചരിത്രം പറയുന്നു. ഇവിടെ അത് രേഖപ്പെടുത്തിയിട്ടില്ല. 20 വർഷം ശേഷമാണ് ഇവര് നമ്മുടെ ഫിലിപ്പോസിനെ കാണുന്നത്. കൈസരിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് 4 കന്യകമാരെ പുത്രിമാർ, അവരും പ്രവചിക്കുന്നവരാണ്. അതാണ്
നമ്മളെ പറയുന്നില്ലേ, വിത്ത് ഗുണം 10 ഗുണം എന്ന് പറഞ്ഞില്ലേ, നമ്മൾ അപ്പനും അമ്മയും എന്ത് ചെയ്യുന്നു അതാണ് മക്കളിലേക്ക് വ്യാപരിക്കുന്നത്. നമ്മൾ ദൈവകൃപയിലാണെങ്കിൽ നമ്മുടെ മക്കളും ദൈവകൃപയിലായിത്തീരും. നമ്മൾ ബാക്ക് സ്ലൈഡ് പോയാൽ നമ്മുടെ മക്കളും ബാക്ക് സ്ലൈഡ് ചെയ്തു പോകും. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ കൃപയിലാണെങ്കിൽ തീർച്ചയായും നമ്മുടെ മക്കളും ആ ശുശ്രൂഷയ്ക്ക് നമ്മോടൊപ്പം കാണുമെന്ന് നമുക്കിവിടെ മനസ്സിലാകും. ഇവിടെ ഇവര് ഈ കൈസരിയിൽ ഫിലിപ്പോസിന്റെ വീട്ടിൽ വന്ന് പാർക്കുന്ന സമയത്ത് അഗബോസ് എന്ന് പറയുന്ന ഒരു വലിയ പ്രവാചകൻ നമ്മൾ 14 അധ്യായത്തിൽ കാണുന്നുണ്ട്. അഗബോസ് വന്ന് ഒരു വലിയ പ്രവചനം നടത്തുന്നുണ്ട്. ആമേൻ, ലോകത്തെങ്ങ് വലിയ ക്ഷാമം ഉണ്ടാകും. അത് ക്ലൗദ്യോസ് എന്ന് പറയുന്ന റോമൻ ഭരണാധികാരിയുടെ കാലത്ത് അത് സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ അഗബോസ് തന്നെ ഇവിടെ വന്നിട്ട്, അതാണ് ഞാൻ ഈ ഒരു പിക്ചറിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇലസ്ട്രേറ്റീവ് പർപ്പസിനായിട്ട് ഈ പിക്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. പൗലോസിന്റെ അരക്കച്ച എടുത്തിട്ട് അത് ഇങ്ങനെ കെട്ടിയിട്ട് പൗലോസിന്റെ കൈയും കാലും ഇങ്ങനെ കെട്ടിയിട്ട് പറയുന്നു, നിന്നെ യെരുശലേമിൽ ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറയുന്നു. പൗലോസ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ പ്രാണനെ വിലയിരുന്നില്ല, എൻ്റെ ജീവിതം എനിക്ക് ഒരു വിഷയമല്ല, യെരുശലേമിൽ ഞാൻ മരിപ്പാനും തയ്യാറാണ്. അതുകൊണ്ട് 13-ാമത്തെ വാക്യം വായിക്കാം, നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞെന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് കർത്താവായ യേശുവിന്റെ നാമത്തിൽ. ഈ ഭാഗം നമ്മൾ വായിക്കാം. പൗലോസ് സ്ഥാപിച്ച സഭകളിലെ ജനങ്ങളുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമാണ്, ആത്മബന്ധം. അവര് പൗലോസ് എന്ന് പറയുന്ന ദൈവദാസന്റെയോടുള്ള അവരുടെ ഹൃദയബന്ധം അതായിരുന്നു. അവർ പറയാം, പൗലോസെ പോകരുത്. യേശു മരിക്കാൻ പോലും ക്രൂസിൽ പോകുമ്പോൾ പത്രോസ് പോലും യേശുവിനെ തടയുക, ദൗത്യത്തിലും തടയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശു കാൽവരി ക്രൂസിൽ നമുക്ക് വേണ്ടി മരിക്കേണ്ടതാണ്. അപ്പോൾ കർത്താവ് പത്രോസോട് പറയുന്നുണ്ട്, സാത്താനെ നീ എന്നെ വിട്ടുപോ എന്നാ പറയുന്നത്, നീ ദൈവത്തിനല്ല മനുഷ്യൻ്റെതാണ് കരുതുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെയും ദൈവിക അല്ലെങ്കിൽ ഇവരെല്ലാം പൗലോസിനെ ഡിസ്കറേജ് ചെയ്യുകയാണ്. പോകരുത്, നീ പോയാൽ മരിക്കും, ഞങ്ങൾക്ക് നീ കാണാൻ പറ്റില്ല, ഞങ്ങൾക്ക് നിന്നെ പിന്നെയും കാണണം. അതാണ് അവരുടെ ആഗ്രഹം. അത് മാനുഷികമായിട്ട് എങ്ങനെയാണെങ്കിലും പൗലോസിന്റെ ലക്ഷ്യം അതല്ല, യെരുശലേമിൽ എങ്ങനെയും എത്തിപ്പെടുക എന്നുള്ളതാണ്. കർത്താവായ യേശുവിന്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കുമ്പോൾ മാത്രമല്ല, യെരുശലേമിൽ മരിക്കുവാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പൗലോസിനെ യെരുശലേമിൽ നിന്ന്. കർത്താവിന്റെ പദ്ധതിയാണ് യെരുശലേമിൽ തകർന്നു പോകുവാൻ, മരിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുന്നില്ല. ആ പൗലോസിനോട് പറയുന്നുണ്ട്, നീ തുടർന്ന് 27-ാം അധ്യായത്തിലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, യെരുശലേമിൽ നീ എൻ്റെ സാക്ഷിയായതുപോലെ റോമിലും എൻ്റെ സാക്ഷിയാകണമെന്ന് പറയുന്നുണ്ട്. ഒരിക്കലും നമ്മൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുക, നമ്മൾ കർത്താവിന്റെ ഹിതത്തിനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ ബാക്കി കർത്താവാണ് നമ്മുടെ കാര്യങ്ങളെ ചെയ്യുന്നത്. നമ്മുടെ പ്രാണനെ നമ്മൾ വലുതായി കർത്താവിന് വലുതായിട്ട് കണ്ടാൽ നമ്മുടെ ജീവിതത്തെ കർത്താവ് എവിടെയൊക്കെ തട്ടി മാറ്റണമോ, നമ്മുടെ ശുശ്രൂഷ തേക്കുന്നത് വരെ കർത്താവ് തൻ്റെ പദ്ധതി നിർവഹിച്ചുകൊണ്ടേയിരിക്കും. യെരുശലേമിൽ മരിക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. അതാണ് പൗലോസ് പറഞ്ഞത്. എനിക്കൊരു വിഷയമല്ല, ഞാൻ ഇത്ര യാത്ര ചെയ്തു, ഇത്രയൊക്കെ കർത്താവിന് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റി, ഇനി മരിച്ചാലും കർത്താവിന്റെ സമയമായെങ്കിൽ ഞാൻ മരിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ പറയുന്നത് വാക്കിനെ കൂടുതൽ ഗണ്യമാക്കാതെ കർത്താവിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് അവരവനെ സമ്മതിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അവിടെ നിന്ന് അദ്ദേഹം കപ്പൽ യാത്ര യെരുശലേമിലേക്ക് കോപ്പുകൂട്ടി കൈസരിയിൽ നിന്നും യെരുശലേമിലേക്ക് പോകുന്നു. 16-ാമത്തെ വാക്യം, കൈസർ ശിഷ്യന്മാർ ചിലരും ഞങ്ങളുടെ പോകുന്നു. കുപ്രോസുകാരനായ മ്നാസോൻ എന്ന ഒരു പഴയ ശിഷ്യനോട് കൂടെ അതികളായി പാർക്കേണ്ടതിന് ഞങ്ങളെ അവന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാം ഗ്രീക്കുകാരായ മിഷണറി സംഘമാണ് കൂടെ ഉണ്ടായത്. അപ്പൊ അവർക്ക് ഈ മ്നാസോനെ പറ്റി പറയും, അദ്ദേഹം ഗ്രീക്ക് ഭാഷയിൽ വലിയ നൈപുണ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം സൈപ്രസിലെ ആദ്യത്തെ ഒരു വിശ്വാസിയാണെന്നും പറയുന്നു. ഈ വക കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ആ ഭാഷ കൈകാര്യം ചെയ്യാൻ അറിവുള്ളതാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിച്ച ശേഷം അവര് യെരുശലേമിലേക്ക് മടങ്ങി പോകുന്നതായിട്ടാണ്. അങ്ങനെ ഇവിടെ ഈ 3-ാമത്തെ മിഷണറി യാത്ര ഇവിടെ അവസാനിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ ഇന്ന് രാത്രി പൗലോസിന്റെ തുടർന്ന് യെരുശലേമിൽ നേരിടുന്ന സംഭവങ്ങളെ അദ്ദേഹത്തിനെ പ്രോസിക്യൂട്ട് ചെയ്യുന്നുള്ള ഭാഗങ്ങളാണ് 28 വരെയുള്ള അദ്ദേഹത്തിന്റെ റോമിലേക്കുള്ള യാത്രകളൊക്കെയാണ് ഈ ഭാഗങ്ങൾ തുറന്ന് ചിന്തിക്കുന്നത്. ഇന്ന് രാത്രി നമുക്ക് പൗലോസിന്റെ മിഷണറി യാത്രയിൽ കൂടെ 1, 2, 3 മിഷണറി യാത്രകളിൽ കൂടെ
നമുക്ക് നൽകിയ അനേക പാഠങ്ങളുണ്ട്. അവരെങ്ങനെ യാത്ര ചെയ്തു, എങ്ങനെ സഞ്ചരിച്ചു, എങ്ങനെ പ്രവർത്തിച്ചു, അവർ എങ്ങനെയാണ് സുവിശേഷം പറഞ്ഞ് എങ്ങനെയാണ് അവരെ നേടിയത്, എങ്ങനെയാണ് സഭകൾ സ്ഥാപിച്ചത്, അവരുടെ യാത്രകൾ ഏതു വിധമായിരുന്നു എന്നൊക്കെ നമുക്ക്, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി എന്തായിരുന്നു, ഇതൊക്കെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, നാമും കർത്താവിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ നമ്മെക്കുറിച്ചും കർത്താവിന് വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും. നമുക്ക് ഏതുമായിക്കോട്ടെ, നമ്മൾ ഒരു സമർപ്പണമുണ്ടോ, ഒരു അർപ്പണ മനോഭാവമുണ്ടോ, കർത്താവ് നമ്മളെ ഉപയോഗിക്കും. നമ്മുടെ കഴിവുകളെ, നമ്മുടെ ചെറുതും വലുതുമായി നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ, കർത്താവ് നമ്മളെ ആയിരിക്കുന്ന പട്ടണത്തിൽ എവിടെയായിരുന്നോട്ടെ, ഇന്ത്യയിലായിക്കോട്ടെ, കാനഡ ആയിക്കോട്ടെ, US ലോകത്തിൻ്റെ ഗൾഫിലായിക്കോട്ടെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എവിടെയായിരുന്നാലും കർത്താവിന് വേണ്ടി നാം ഒരുക്കപ്പെടാൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രാണനേക്കാൾ കർത്താവിൻ്റെ ലൈഫിനെ അധികമായി കാണുവാൻ, ക്രിസ്തുവിനെ സ്നേഹിപ്പാൻ, ദൈവരാജ്യത്തെ ആത്മാർത്ഥമായി നമുക്ക് സ്നേഹിപ്പാൻ കഴിയുമെങ്കിൽ ദൈവം നമ്മളെ ഉപയോഗിക്കുമെന്നുള്ള ഒരു കാര്യമാണ് ഇതിൽ കൂടെ നമ്മൾ ഇന്ന് രാത്രി പൂർണ്ണമായി മനസ്സിലാക്കുക. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം ധാരാളമായി കൃപ നൽകുക. അടുത്ത ആഴ്ചകളിൽ പൗലോസിന്റെ യെരൂശലേമിൽ ഉള്ളതായ പീഡനങ്ങളും തുടർന്ന് അവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതും അതുപോലെ അങ്ങനെയുള്ളതായ കാര്യങ്ങൾ തുടർന്ന് നമ്മൾ വരും ദിവസങ്ങളിൽ ചിന്തിപ്പാൻ കർത്താവിൽ ശരണം പ്രാപിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ പിന്നെയും നമ്മൾ വായിക്കണം. വായിച്ചില്ലേ പിന്നെ നമ്മുടെ മെമ്മറിയിൽ നിന്ന് ഇതൊക്കെ വിട്ടുപോകും. ഇപ്പോഴും ഇതൊക്കെയും പിന്നെയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ആത്മീയത്തിൽ വളരെ പ്രയോജനകരമായ കാര്യമാണെന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കും. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.